തന്നെ മനസ്സിലായില്ലേ? ഷൂ ഒന്ന് ഓർത്ത് നോക്ക്. എനിക്ക് എപ്പോഴും തോന്നി കേട്ടോ. ഒരു മിനിറ്റ്. ഇല്ല അവിടുത്തെ അതെ അവിടുന്ന് ഇങ്ങോട്ട് രണ്ടാമത് വരുന്ന ഭയങ്കര ബാസ് കേട്ടോ. എന്താ ഒരാളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണോ ഇങ്ങനെ ഗുണഗുണാന്ന് പറഞ്ഞോണ്ട് വരുന്നത്? കുറെ നേരം തുടങ്ങിട്ട് ആരാണ് ഫോണില്? സുനിയായിരുന്നാ നിന്റെ അമ്മാവനോ? അല്ല. പിന്നെ നിന്റെ ചെറ്റപ്പനാ? അല്ല. പിന്നെ ആരായിരുന്നു? അതൊരു റോങ് നമ്പർ ആയിരുന്നു. ബെസ്റ്റ്. റോങ് നമ്പറിനോട് നീ അരമണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞാലേ അപ്പൊ നിനക്ക് പരിചയക്കാരായിരുന്നെങ്കിൽ നീ എത്ര മണിക്കൂർ സംസാരിക്കുമായിരുന്നു? എന്താവും ഫോണിൽ വിളിച്ചു ചോദിക്കണത്? അത് ഇവിടെ ചാണകം ഇറക്കണോന്ന് ചോദിച്ചതാ ചേട്ടാ. അതൊക്കെ അവന്റെ നമ്പറാ, ചാണകം ഇറക്കട്ടെ എന്ന്. ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ അവനും ഇവിടെ ഇറക്കും. നിനക്ക് അറിഞ്ഞൂടെ ഉമ്മാരുടെയൊക്കെ സ്വഭാവം. ചേട്ടൻ ഇത്രയും ദേഷ്യപ്പെടാൻ ഒരു കാരണവും ഇല്ല. നമ്മളെങ്ങനെ പരിചയപ്പെടുന്നത്? ഒരു റോങ് നമ്പറിലൂടെ അല്ലേ നമ്മൾ പരിചയപ്പെടുന്നത്? അങ്ങനല്ലേ നമ്മൾ സ്നേഹിക്കുന്നത്? അങ്ങനല്ലേ ചേട്ടന്റെ ഭാര്യയായിട്ട് ഞാൻ ഈ വീട്ടിൽ വരുന്നത്? എടി എനിക്ക് ആ ഒരു പേടിയുണ്ട്. റോങ് നമ്പർ കണ്ടു കഴിഞ്ഞാൽ നിനക്കതൊരു വീക്ക്നെസ് ആണ്. നീ പിന്നെ ഗുണാന്നങ്ങോട്ട് സംസാരിക്കും, പിന്നെ ആ പട്ടം അങ്ങോട്ട് പോവും. ഞാൻ പഴയ കാര്യമൊന്നും മറന്നിട്ടില്ല കേട്ടോ. ആ സമയത്ത് ചേട്ടനാണെങ്കിൽ എന്നെ എവിടെല്ലാം കൊണ്ടുപോയിരുന്നു. പാർക്കിൽ കൊണ്ടുപോയിരുന്നു, ബീച്ചിൽ കൊണ്ടുപോയിരുന്നു, തിയേറ്ററിൽ കൊണ്ടുപോയിരുന്നു, നൂൺ ഷോ, മാറ്റിനി എന്ന് വേണ്ട എല്ലാ ഷോയും എന്നെ കാണിച്ചു തരുമായിരുന്നു. ഇപ്പൊ ചേട്ടൻ അന്ന് നമ്മൾ കണ്ണി നോക്കിയിരിക്കത്തില്ലായിരുന്നു. ഇപ്പൊ എന്നെ കണ്ണി കാണുന്ന പോലും ചേട്ടന് ദേഷ്യമല്ലേ? എടി ഇലക്ഷന്റെ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രചരണത്തിന് ഇറങ്ങിയിട്ട് വല്ല കാര്യമുണ്ട്? അത് കഴിഞ്ഞു പോയ കേസല്ലേ. നീ അതൊക്കെ മനസ്സിലാക്കാത്ത എന്താണ്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചേട്ടൻ എന്തിനാ അച്ഛൻ ആൻഡ്രോയിഡ് ഫോൺ മേടിച്ചു കൊടുത്തേ? ആൻഡ്രൂസിന് ഫോൺ മേടിച്ചു കൊടുത്തു? വലിയ തമാശക്കാരനാവരുത് കേട്ടോ. ആൻഡ്രൂസിന്റെ ഫോണല്ല, ആൻഡ്രോയിഡ് ഫോൺ എന്തിനാ അച്ഛന് വാങ്ങിച്ചു കൊടുത്തേന്ന്? എടി എന്റെ അച്ഛനാണ്, എനിക്കൊരു നിലയും വിലയുണ്ട്. അത് പുള്ളി കീപ്പ് ചെയ്യണ്ടേ? പുള്ളി പൊട്ടിപ്പൊളിഞ്ഞ ഫോണുമായിട്ട് നടന്നു കഴിഞ്ഞാൽ അത് ശരിയാവണം. അങ്ങനെയാണ്. ഉദാഹരണത്തിന് എന്റെ MD ഇവിടെ വന്ന് അച്ഛൻ ഈ റബ്ബർ ബാൻഡ് ഇട്ട ഫോണുമായിട്ട് ആ തെണ്ടറിന്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്ത് വില ഉണ്ടാവും? ഞാൻ അതുകൊണ്ടാണ് നല്ലൊരു ഫോൺ മേടിച്ചു കൊടുത്തത്. ആ കാശ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് 2 പട്ടുസാരി മേടിക്കരുതായിരുന്നോ? അപ്പൊ MD വരുമ്പോ അച്ഛൻ പട്ടുസാരി കൊടുത്ത് അയാളുടെ മുമ്പിൽ നിന്നാ മതി. നീ എന്താ വിവരമില്ലാതെ സംസാരിക്കണത്? സാരി വാങ്ങിച്ചേർത്തില്ലേ? എടി സാരിയൊക്കെ ഞാൻ മേടിച്ചു തരാം. പുതിയ ബജറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ മന്ത്രി പറഞ്ഞേക്കണത് സാരിയുടെ ഒക്കെ വില കുറച്ചെന്നാണ് പറഞ്ഞേക്കണത്. വില കുറച്ച സാരി മന്ത്രിയുടെ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കട്ടെ. എനിക്ക് വില കുറച്ച സാരി ഒന്നും വേണ്ട, വില കൂടിയ സാരി തന്നെ വേണം. ഇപ്പൊ ആ ഫോണിന്റെ അച്ഛന് ഞാൻ ഫോൺ മേടിച്ചു കൊടുത്തു പറഞ്ഞ് ഈ പ്രശ്നം ഉണ്ടാക്കണ്ട. അച്ഛൻ വേറെ കുഴപ്പക്കാരനൊന്നുമല്ലോ. ഒരു കോള് വരുമ്പോ പുള്ളി എടുക്കും, ചിലപ്പോ പുള്ളിക്ക് വിളിക്കാറുണ്ട്, പുള്ളി അങ്ങോട്ട് വിളിക്കും, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് വേറെ അത്ര മാത്രമേ ഉള്ളൂ അല്ലേ? ഫോൺ കൈ കിട്ടിയ ഉടനെ എന്നോട് വന്ന് ചോദിക്കാ, മക്കളെ ഇതിനകത്ത് ഫേസ്ബുക്കിൽ കയറുന്നത് എങ്ങനെയാന്ന്, അക്കൗണ്ട് എടുക്കണമെന്ന്. എന്റെ അടുത്ത് വന്ന് ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ 2000 രൂപയും ഒരു 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണം. അങ്ങനെ കാശിന്റെ കേസ് പറയുമ്പോ പിന്നെ പുള്ളി അടുക്കൂല. അന്നേരം പോയതാ ഇവിടുന്ന്. എടി രാമനാഥക്കുറുപ്പിന്റെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നേക്കണം എനിക്ക്. അതാരാ? നമ്മുടെ അച്ഛൻ. ദുൽഖർ സൽമാന്റെ പ്രൊഫൈൽ പിക്ചർ ഇട്ടിട്ട് അക്കൗണ്ട് തുടങ്ങിയേക്കണ് ഫേസ്ബുക്കില്. രാമനാഥക്കുറുപ്പ്. അയ്യോ ചേട്ടാ, എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചേക്കുന്നത്. അയ്യോ 1500 ഫ്രണ്ട്സ്. നീയല്ലേ പറഞ്ഞ അച്ഛൻ ഫേസ്ബുക്കിൽ അക്കൗണ്ട് എടുക്കൂലെന്ന്? അച്ഛൻ ഇത്ര പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ച്? എനിക്ക് അറിഞ്ഞൂടാ. എന്റെ ദൈവമേ. പന്നണ്ട് കാലത്ത് ഇറങ്ങി പോയതാണ്. അച്ഛാ, അച്ഛൻ നേരം വെളുത്തപ്പോ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാണ്. ഇപ്പൊ രാത്രി മണി 8 എവിടെയായിരുന്നു ഇത്ര നേരം? എടാ, എറണാകുളത്ത് പോകാൻ വേണ്ടി ബസ് കയറിയതാണ്. കുളം മാറിപ്പോയി, അത് കുന്നംകുളത്തും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് തിരിച്ച് എറണാകുളത്ത് വന്നിട്ട് ഞാൻ വിഷമിച്ച് അവിടെ ഇരുന്നൊന്ന് മുടിവെട്ടാന്ന് കരുതി ഇരുന്നപ്പോഴാണ് അവര് പറഞ്ഞത് ചായക്കടയാണെന്ന്. പിന്നെ ആ ചായക്കടയിലുള്ള നമ്മുടെ ശാന്തയുടെ മകനുണ്ടല്ലോ, കുമാരന്റെ. പക്ഷെ പൈസ അവൻ നാരായണൻകുട്ടിയുടെ ആണെങ്കിലും അവനുമായിട്ടിരുന്ന് സംസാരിച്ചു. അവനാണെങ്കിൽ ഇതിനകത്ത് യൂണിവേഴ്സിറ്റി എടുത്തവരാ. ഏതില്? മൊബൈലിനകത്ത്. അപ്പൊ നിന്റെ പെണ്ണുമ്പുള്ള ഞാൻ നിന്നോട് പറയാൻ കൊള്ളൂല. എന്റെ പെണ്ണുമ്പുള്ളയായി സുൽപ്രഭ എന്നോട് പറയാണ് ഫേസ്ബുക്ക് ഇതിനകത്ത് തുടങ്ങണമെങ്കിൽ 2000 രൂപ വേണമെന്ന്. പക്ഷെ 500 രൂപ ലാഭിച്ചിട്ടാ വന്നത്. എങ്ങനെ? 2000 രൂപ കൊടുക്കേണ്ടി വന്നില്ല. 1500 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോ ഈ ശാന്തയുടെ മകൻ ഇതിനകത്തുള്ള സകല സാധനങ്ങൾ റെഡിയാക്കി അച്ഛന് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തന്നു. 1500 രൂപ കൊടുത്താ? അവനും മറ്റേ കേബിൾ ഗൂഗിളി മറ്റേതിലേ ഗൂഗിൾ പേ, അതിനകത്ത് പൈസ അവൻ തന്നെ ഇട്ട്. അച്ഛൻ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തോ? ഗൂഗിൾ പേ ഉണ്ടാക്കി. അപ്പൊ അതിന്റെ പൈസ അവൻ തന്നെ അടിച്ച് അവൻ തന്നെ ഇട്ടു. അല്ല, അപ്പൊ അതിന്റെ പാസ്വേഡ് ഒക്കെ അവൻ പറഞ്ഞ ആർക്കും കൊടുക്കണ്ട, എന്റെ വെച്ചോളാൻ പറഞ്ഞു. അവനറിയാം. അവനിപ്പൊ എന്നോട് പറഞ്ഞ് ATM കാർഡും കൂടി എടുക്കാം, മറ്റേ പാസ്പോർട്ട് അതുപോലത്തെ സാധനം കൂടി എടുക്കാം, അതിന്റെ പാസ്പോർട്ടും കൂടി എനിക്ക് പറഞ്ഞു തരാം.
അവന് പറഞ്ഞു കൊടുക്കാൻ പാസ്വേഡ് കൂടി. അപ്പൊ അവൻ ഒരു മണി ATM കാർഡും കൂടി അവന്റെ കയ്യിൽ കൊടുക്ക്. അത് വേണ്ടെന്ന് പറഞ്ഞു. പാസ്വേഡ് പറഞ്ഞു കൊടുത്താൽ മതി. എന്തൊരു നല്ല പയ്യൻ. അവൻ ഈ പാൻറ്റൊക്കെ ഇട്ടിട്ട് പുറത്ത് ചെട്ടിയിടൂലേ, ആ ഒരു ടൈപ്പ് സ്വഭാവമാ. ഇതിനകത്താണെങ്കിൽ ഭയങ്കര കമ്പോണാണ്, മിടുക്കനാ. ഒരു മിനിറ്റ്. ഹലോ. ഹലോ അച്ഛ എനിക്കാണ് കോൾ വന്നത്. അപ്പൊ ഹലോ. ഹലോ. ഇല്ലേ ഇവിടെ ആരും സാറേ. ആണോ? ഇല്ല, അവനായിരിക്കും, മറ്റാ ശാന്തര മോനായിരിക്കുള്ളൂ. ആണാ? പൈസ ഇട്ട് കൊടുത്തല്ല. ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. ഓക്കെ. എന്താ അവന് 1500? അച്ഛൻ ഇന്ന് ആർക്കെങ്കിലും ബർത്ത്ഡേ വിഷസ് അയച്ചിരുന്നാ? ബർത്ത്ഡേ വിഷസ് നമ്മുടെ SIക്ക്. എന്തെന്നാ അയച്ചത്? ഹാപ്പി ബർത്ത്ഡേ SI. പിന്നെ പേര് സത്യൻ. ഹാപ്പി ബർത്ത്ഡേ സത്യൻ. അങ്ങനെയൊന്നുമല്ല അവിടെ ചെന്നേക്കണത്. ഹാപ്പി ബർത്ത്ഡേ സാത്താന്ന് പറഞ്ഞു ഇവിടുത്തെ SIക്ക് ബർത്ത്ഡേ വിഷസ് അയച്ചേക്കണത്. ഇരട്ടപ്പേര്. ഒരൊറ്റ അക്ഷരം മാറിപ്പോയി. ഞാനിപ്പോ തന്നെ അത് ഇനി ഡിലേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അയാള് കണ്ടു, അയാൾ എന്നെ വിളിച്ച് അയാള് പറഞ്ഞെന്താന്നറിയാമോ? അച്ഛനെ 2 ദിവസം ഞാൻ അകത്തോണ്ട് ഇടണല്ലേ നിനക്ക് വിരോധം. അകത്ത് കിടക്കാനല്ല. എന്റെ ദൈവം, ഓരോന്ന് ഒപ്പിച്ച് വെക്കല്ലേ അച്ഛൻ. അതെല്ലാരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാരും ആക്കത്തില്ലേ? അപ്പൊ എനിക്കൊരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ഇനി അതും കൂടി എടുക്കണ്ടേ കുഴപ്പമുള്ളൂ. അപ്പൊ അത് വേണ്ടല്ലേ? അപ്പൊ സാരി പഠിച്ച എന്നാ പോരായിരുന്നോ നിങ്ങക്ക്? ഇതൊന്നും മിണ്ടാതിരുന്ന അതിന്റെ ഇടയിൽ സാരി. നീ എനിക്ക് മറ്റേ ഈ ടിനി ടോമും മറ്റേ യൂസഫലിയും കൂടിയുള്ള സംഭവം ഇല്ലേ? ടിനി ടോമും യൂസഫലിയാ? എന്തോ പറയുന്നറിയോ? ടിക്ടോക്ക് മ്യൂസിക്കലി അതും കൂടി വേണമെന്നാ ഫോൺ. അതും കൂടി അതൊക്കെ നിരോധിച്ച് ഇന്ത്യയിൽ ബാൻ ചെയ്തതൊക്കെ. ഇനി അതൊന്നും കിട്ടുന്നില്ല. അച്ഛ ഫോൺ എടുക്കുന്ന അറിഞ്ഞപ്പോഴേ അവരങ്ങ് ബാൻ ചെയ്തു. ഞാനെടുത്തപ്പോ തന്നെ. അതെ, മണി 10 കിടന്നുറങ്ങാൻ നോക്കി. കിടന്നു ഉറങ്ങാൻ നോക്കാം. അവൻ ഉറങ്ങണം. ചെല്ലി മോള് ചെല്ലി. അച്ഛൻ കിടക്ക്. ഞാൻ കിടക്കാൻ പോണേനുള്ള ആവശ്യമില്ലാത്ത പരിപാടി കേൾക്കരുത്. ആ ഫോൺ ഓഫ് ചെയ്തിട്ട് അച്ഛക്ക് പോയി കിടന്നുറങ്ങാം. ശാന്തയുടെ മോൻ പറഞ്ഞത് 24 മണിക്കൂറാണല്ലോ ഒരു ദിവസം. 12 മണിക്കൂർ ഫേസ്ബുക്കും 12 മണിക്കൂർ വേറെന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രാത്രി കഴിഞ്ഞു പോണത് അറിഞ്ഞുകൂല്ലെന്നാണ്. അതൊക്കെ അവന് പലതും പറയും. നിങ്ങൾ നേരത്തെ കിടക്കാം. നല്ല വൈകിട്ട് നേരത്തെ അച്ഛൻ കിടന്നുറങ്ങി. ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണോട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. ഞാൻ കിടന്നോളാം. പുതപ്പിക്കരുതട്ടാ. ഇല്ല, കിടന്ന് നേരത്തെ കിടക്കാം. എന്നാലല്ലേ വൈകി എണീ കാണിച്ചു. അച്ഛൻ കിടന്നുറങ്ങി. ഉറങ്ങണേ കിടന്നു. ഞാൻ പറഞ്ഞതാണ് ആവശ്യമില്ല. അപ്പൊ ശാന്തയുടെ മൊബൈൽ നമ്പർ ഇതിപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എടാ സുശാങ്ക, കിടന്നവൻ ഉറക്കത്തിലേ കിടന്ന സുശാങ്ക. ഹലോ, എന്താ സുശാങ്ക? അച്ഛൻ വീഡിയോ കോൾ ചെയ്തേക്കണ്. വീഡിയോ കോളോ? അതേ നിന്നെ കാണാനിതിനകത്ത്. എന്താണച്ചാ ഇതാരാടാ നിന്റെ കൂടെ കിടക്കണത്? എന്റെ ഭാര്യ അല്ലാണ്ട് പിന്നെ വേറെ ആരാണ്? നീ കിടക്കണില്ലേ? വിളിച്ചു ഉറങ്ങണ ആളെ വിളിച്ചെടുപ്പിച്ചോട്ട് നീ കിടക്കണില്ല. എന്നാ അപ്പൊ നീ കണ്ണടക്കണില്ലല്ലോ? എന്റെ അച്ചാച്ചൻ കിടന്ന് ഉറങ്ങച്ചാ. എടാ ഇത് എല്ലാം എനിക്ക് കാണാനല്ലടാ. ഞാൻ ഓഫ് ചെയ്യണ്. ഓക്കെ എന്നാല് ഗുഡ് നൈറ്റ്. സൂപ്പർ. അവൻ സുൽപ്രഭയെ വിളിക്കാം. സുൽപ്രഭേ, എന്തിനാ വിളിക്കുന്നേ? കിടന്നോ? കിടന്നോ. പിന്നെ മോളെ, ആ വാഴത്തോപ്പിലെ പ്രശ്നം ഒന്ന് തീർക്കുവാ. വാഴത്തോപ്പിലെ പ്രശ്നം? എന്റെ ദൈവം, ചേട്ടാ ഒന്ന് വന്നേട്ടാ. വാഴത്തോപ്പിൽ എന്താ പ്രശ്നമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. എന്ത് പ്രശ്നം? വല്ല കള്ളന്മാരും കയറിക്കണോ? 7-8 കൊലയുണ്ട് വിളഞ്ഞത്. നമുക്ക് കാലത്ത് എപ്പോഴെങ്കിലും പോയി കാണാം. എവിടെ പോകണം നിങ്ങൾ? ഹോസ്പിറ്റലിൽ പോകാം. വാഴത്തോപ്പിലെ പ്രശ്നം? ഏത് വാഴത്തോപ്പിൽ? അച്ഛനല്ലേ പറഞ്ഞേ വാഴക്കൊല ആരെന്നെ അടിച്ചോണ്ട് പോകാൻ പോകുന്നു, വാഴത്തോപ്പിൽ പ്രശ്നമുണ്ടെന്ന്? അതല്ല, മൊബൈലിനകത്തുള്ള ഫേസ്ബുക്ക് കഴിഞ്ഞിട്ട് മറ്റേ വാഴത്തോപ്പില്ലേ? വാഴത്തോപ്പ്. വാട്സാപ്പ്. അച്ഛന് പാതിരക്ക് വാട്സാപ്പിൽ എന്താക്കാനാണ്? 12 മണിക്കൂർ ഫേസ്ബുക്കും. എന്തിനാണ് ഇപ്പൊ വാട്സാപ്പ് എടുത്തിട്ട്? അല്ലെ, ശാന്തര മോൻ പറഞ്ഞു ഫേസ്ബുക്കിനേക്കാൾ നല്ലത് വാഴത്തോപ്പാണെന്ന് പറഞ്ഞു. ശാന്തര മോൻ അങ്ങനെ പലതും പറയാം. അച്ഛൻ കിടന്ന് ഉറങ്ങാൻ നോക്കണ്ട. ആവശ്യമില്ല, അപ്പൊ ഉടൻ നോക്കട്ടെ. ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കിയപ്പോഴേ ഞാൻ ഈ പാചകത്തെ കുറിച്ച് അറിയാൻ എന്ത് വീഡിയോസ് ഒക്കെയാണ് അച്ഛനെ കാണാൻ? നീ കണ്ട എന്താണ് ഈ വീഡിയോസ്? കൂട്ടു മസാലയെന്ന് അടിച്ചപ്പോ പറഞ്ഞത് വേറെ സംഭവം. ഇത് ഹോട്ട് മസാല എന്നാ അടിച്ചേക്കണത്. വേറെ വീഡിയോ വരുള്ളൂ. ഇവരിതെങ്ങനെ പാചകം? എന്റെ പാചകം അച്ഛനെ ഇതങ്ങോട്ട് ഓഫ് ചെയ്ത് പാചകം ചെയ്യാൻ നോക്കണം. അച്ഛൻ കിടന്ന് ഉറക്കാൻ നോക്കി. അപ്പൊ ശാന്തര മോൻ പറഞ്ഞു ശാന്തര മോനെ അവരെ കൊല്ലി. ഞാൻ നേരം വെളുക്കട്ടെ, ഞാൻ അങ്ങോട്ട് ചെല്ലണ്ട്. ഞാൻ അവന്റെ അടുത്ത് മസാല ദോശ. അച്ഛൻ കിടന്നുറങ്ങണ്ട. പൊന്നച്ച ഒന്ന് കിടന്നുറങ്ങച്ച.
ആ അപ്പൊ കൂട്ടുമസാല വേണ്ട. കൂട്ടു മസാല എല്ലാം എന്റെ പായത്തെ വല്ല കേൾപ്പിക്കരുത്. അല്ല ചോദിച്ചാണ്. അതിനൊക്കെ മനുഷ്യനെയും കിടത്തി ഓർക്കൂല. വാഴത്തോപ്പും കൂട്ടുമസാലയും ഇനി ടോമും ഞാൻ തടി ചെല്ലി എടാ ഇനി മേലാല് വീഡിയോ കോൾ ചെയ്തൊരു ഫോൺ വിളിച്ചു പോരുത്. ഇല്ല അവൻ കിടക്കൂല ചെല്ലി. പച്ച ലൈറ്റിനും കാണല്ലേ. പച്ചലേറ്റ് അപകടമില്ല, റെഡാണ് പ്രശ്നം. ഒന്നെല്ലാം ശരിയായി വന്നതാണ്. അപ്പൊ തന്നെ പിള്ളേരിരുന്നു. എന്താണ് ഇവരുടെ സ്വഭാവം? കല്യാണം കഴിഞ്ഞപ്പോ അവൻ ആളാകെ മാറി. അവനിപ്പോ എന്താണ് ഏതാണെന്ന് ഒരു പിടുത്തവും. അച്ഛ കിടന്നു ഉറങ്ങച്ചാ. ആ അച്ഛൻ ഉറങ്ങിയല്ല, ഉറങ്ങിക്കഴിഞ്ഞപ്പോ നീ വിളിച്ചുണർത്തിയതല്ലേ. ഉറങ്ങിയാളാണ് ഫേസ്ബുക്കിൽ പച്ച ലൈറ്റ് കത്തി കിടക്കണത്. ഓൺലൈനിലുണ്ടല്ല. പച്ച ഒഴിവാക്കാൻ എന്താ മാർഗം? ഒരു മാർഗമില്ല, അത് ഓഫ് ചെയ്യണം, സ്വിച്ച് ഓഫ് ചെയ്യണം ഫോൺ. ഞാൻ കിടന്നു കൂർക്കമ്പലി കേട്ടില്ലേ? സുൽപ്രഭേ, ചേച്ചി എന്ത് വൃത്തികേടാ സുശാങ്ക. ഞങ്ങൾ ഈ നാട്ടുകാരെ കൂടെ എന്ത് നാണക്കേടായി പോയെന്നറിയോ? നിങ്ങൾ മാത്രം അറിയണ്ട, നിങ്ങളുടെ വീട് നടക്കുന്ന കാര്യം നാട്ടുകാരെ മുഴുവൻ അറിഞ്ഞോണ്ടിരിക്കുക. എന്താണ് കാര്യം? ഞങ്ങളുടെ പിള്ളേർക്കൊക്കെ ഫോണുള്ളത് ഓരോരുത്തരും ഒന്ന് കണ്ടോണ്ടിരിക്കുകയാണ്. റീഡ്സ് ചെയ്തിട്ട് കിടന്നുറങ്ങാന്ന് വിചാരിക്കുമ്പോഴാണ് അച്ഛന്റെ ലൈവ്. ഞങ്ങൾ വിചാരിച്ച അച്ഛന്റെ ലൈവല്ലേ കേറി കാണാന്ന്. എന്നാന്നോ ഈ നാട്ടുകാരെ മുഴുവൻ കണ്ടോണ്ടിരിക്കുക നിന്റെ അച്ഛന്റെ കുളസീൻ. ചേട്ടനൊന്ന് കാണിച്ചു നിന്റെ അച്ഛന്റെ ഓഫി അച്ഛാ അച്ഛോ അച്ഛാ കാണും. ഇവരെ സമ്മതിക്കൂല ഇവൻ. എന്താണ് അച്ഛനകത്ത് എന്ത് ചെയ്യണ്? ഞാൻ ഈ കുളിച്ചോണ്ടിരിക്കുക. ഫോണും പിടിച്ചോണ്ട് കുളിക്കണത്. അല്ല ബൾബ് ബാത്റൂമിൽ പോയിട്ട് ഞാൻ അതിന്റെ മറ്റേ ഇതിന്റെ ലൈറ്റ് ഓൺ ചെയ്തിട്ടിരുന്ന് കുളിക്കണായിരുന്നു. ഇതിന്റെ ലൈറ്റ് അത് ഫേസ്ബുക്കിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛന്റെ കുളി ലോകന് മുഴുവൻ കണ്ടോണ്ടിരിക്കണത്. കണ്ട നാട്ടുകാർ മുഴുവൻ വന്നേക്കണത്. എല്ലാരും കണ്ടാ? ആ അപ്പൊ കാണാതിരിക്കണ എന്ത് ചെയ്യണം? ഇതിങ്ങോട്ട് കൊണ്ടാ പണി.